ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു സേമിയ പായസം ഉണ്ടാക്കാം. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, എന്നാലും നല്ല രുചിയുള്ളൊരു പായസമാണ്. ഒരു പിങ്ക് പാലടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഏകദേശം ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏകദേശം ഒരു 4 ഗ്ലാസ് സെർവ് ചെയ്യാൻ പറ്റുന്ന പായസമാണ്. 1 ലിറ്റർ പാലിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് ആദ്യം തിളപ്പിച്ച് മാറ്റി വെക്കണം. അത്യാവശ്യം ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് 100 ഗ്രാം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. കണ്ടൻസ് മിൽക്ക് ഇതുപോലെ വെച്ച് ചൂടാക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും, കുറുകി വരും. അതുപോലെ സൈഡെല്ലാം ചിലപ്പോൾ കരിഞ്ഞു തുടങ്ങും. അപ്പോൾ ഒരിക്കലും തീ കൂട്ടി വെച്ച് ഇത് ചെയ്യാൻ പാടില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് മാത്രം ചെയ്യുക. ഏകദേശം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു കണ്ടൻസ് മിൽക്ക് ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വന്നിട്ടുണ്ടാവും, പക്ഷേ ആ ഭാഗം നമ്മൾ എടുക്കാതിരുന്നാൽ മതി. നേരത്തെ തിളപ്പിച്ച് വെച്ച പാല് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു കുറുകി വന്നിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലിനൊരു ചെറിയൊരു പിങ്ക് കളർ കിട്ടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റിയാണ്, നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരിക്കലും സൈഡ് കരിഞ്ഞ ഭാഗമൊന്നും പാലിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കൊടുത്താൽ വേറൊരു ടേസ്റ്റും വരും. അതുപോലെ ആ കരിഞ്ഞ കാർബണേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചേർക്കുന്ന അത്ര നല്ലതുമല്ല, അതത്ര ഹെൽത്തിനും നല്ലതല്ല. അതുകൊണ്ട് കരിയാത്ത മാത്രം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്തോറും പാലിനൊരു പിങ്ക് കളർ വരാൻ തുടങ്ങും. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം റോസ്റ്റഡ് സേമിയ ചേർക്കാം. കാത്ത സേമിയാണ് കയ്യിലുള്ളതെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് വറുത്തെടുത്ത് ചേർത്താൽ മതി. നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ്. പാലും സേമിയയും തിളച്ച് വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് സേമിയ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് കുറുക്കിയെടുക്കണ്ട, ഒരു 10 മിനിറ്റ് തന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതിയാവും. സേമിയ അത്യാവശ്യം വെന്ത് കിട്ടും, പാൽ ഒരുപാട് കുറുകി പോവുകയില്ല. തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു പിടി കാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്ത് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ കണ്ടൻസ് മിൽക്കൊക്കെ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.